ഞാനിപ്പോൾ കൊച്ചിയിലാണേ ഉള്ളത്. ഈ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും കൊച്ചി അങ്ങ് ഓണാവും എന്നുള്ള റീലൊക്കെ കണ്ട് ശുഭാപ്തി വിശ്വാസത്തിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ അങ്ങനെ അങ്ങ് വായി നോക്കി ഇറങ്ങിയതാണ്. ഫസ്റ്റ് നമ്മൾ വെസ്റ്റ് സൈഡിലോട്ടാണ് വന്നത്, ഡ്രസ്സൊക്കെ എടുക്കാം എന്നുള്ള ഇതിനകത്ത്. പക്ഷെ നമ്മൾ വെസ്റ്റ് സൈഡിൽ വന്നത് ഡ്രസ്സ് എടുക്കാനല്ല, ഈ ഇവളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളെ കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലേ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് വെറുതെ ഇവള് ചൊറിയാനാണ് ഞങ്ങൾ ശരിക്കും ഉദ്ദേശിച്ചത്. ഞങ്ങൾ കറങ്ങാൻ പോവാ, നീ ഇവിടെ ഇങ്ങനെ പണിയെടുത്തിരിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ വിചാരിച്ചു ബ്രോഡ്വേയിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന്. എടാ, ഞാൻ ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഇങ്ങനത്തെ ടിക്കറ്റാണ് കിട്ടിയത്. നിങ്ങളുടെ അവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഞങ്ങൾ അവിടെയൊക്കെ പ്രിൻ്റഡ് ആയടാ. എന്താ കൊച്ചൊന്നും പുരോഗമിക്കാത്തേ? ഞങ്ങൾ പിന്നെ ബ്രോഡ്വേയിലെത്തിയപ്പോൾ അങ്ങോട്ട് ഇരുട്ടായില്ലായിരുന്നു. ഇരുട്ടായാലല്ലേ ഒരു ലൈറ്റൊക്കെ വന്ന് അടിപൊളിയാവുക. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കമ്മലിൻ്റെ സെക്ഷൻ എവിടെയെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണെന്ന് അറിയില്ല, അങ്ങോട്ടേക്ക് ഒരു ചായ്വ് കൂടുതല. പിന്നെ എൻ്റെ ഫ്രണ്ട്സെല്ലാം കൂടി എന്നെ പിടിച്ച് വലിച്ച് ഇപ്പുറത്തോട്ടേക്ക് കൊണ്ടുവരണം. പിന്നെ ഞങ്ങൾ കുറേ ഡ്രസ്സൊക്കെ എടുക്കാം എന്നുള്ള രീതിയിലാണല്ലോ പോയേ. പിന്നെ കുറേ ഡ്രസ്സൊക്കെ പോയി നോക്കി. പക്ഷെ എന്താണെന്നറിയോ, ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല, ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഈ എല്ലാം കൂടി ഒരുമിച്ച് ഇഷ്ടപ്പെടാത്തതാണോ എന്ന് അറിയത്തില്ല, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് ഓരോ ജ്യൂസ് കുടിച്ചു. എന്നെ അമ്മ, എന്നെ എറണാകുളത്ത് എന്നാ ചൂടാണെന്നറിയോ? ഞാൻ വയനാട്ടിലല്ലേ, വയനാട്ടിൽ ഭയങ്കര തണുപ്പാണ്. അമ്മ എപ്പോഴും പറയും 11-10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവിടെയാണെങ്കിൽ അമ്മാതിരി ചൂടും. പിന്നെ ജ്യൂസും കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഇരുട്ടൊക്കെ ആയിരുന്നു. ഇരുട്ടായപ്പോൾ നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് ശരിക്കും ക്രിസ്മസ് വൈബ് വന്നൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. എൻ്റെ വയനാട്ടിൽ ഇങ്ങനത്തെയുള്ള സംഭവങ്ങളൊന്നും അധികം അങ്ങനെ കടകളിലൊക്കെ ഉണ്ടാവുന്നല്ലാണ്ട് ഇങ്ങനെയുള്ള ഈ സ്ട്രീറ്റ് വഴിയൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എനിക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. എന്ത് രസമെന്നറിയോ ഇതൊക്കെ കാണാൻ? എടാ, ഇതൊരു ക്യൂട്ടാടാ ഇതൊക്കെ കാണാൻ. പിന്നെ അവിടെ കുറേ അങ്ങനെ കുറേ വായി നോക്കി തന്ന് ഞങ്ങൾ തിരിച്ച് റൂമിൽ പോകും.